ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നത് പലപ്പോഴും അറിവില്ലാത്തവരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കൂടുതൽ മനസ്സിലാക്കുന്നവർ പല സമയങ്ങളിലും നിശബ്ദരായി നിൽക്കും. കാരണം അവർക്കറിയാം ഓരോ വാക്കിനും ഒരു വിലയുണ്ടെന്ന്. ചാണക്യൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഒരു ബുദ്ധിമാന്റെ ശക്തി അവൻ പറയുന്ന വാക്കുകളിൽ മാത്രമല്ല, പറയാതെ നിർത്തുന്ന നിമിഷങ്ങളിലുമാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ബുദ്ധിമാന്മാർ പലപ്പോഴും മിണ്ടാതിരിക്കാൻ തിരഞ്ഞെടുക്കുന്നത്. അവരുടെ നിശബ്ദതയുടെ പിന്നിലെ ആഴമുള്ള സത്യം എന്താണ്? ഈ വീഡിയോ അവസാനത്തോളം കണ്ടാൽ നിങ്ങൾക്ക് മനുഷ്യരുടെ പെരുമാറ്റത്തെക്കുറിച്ച് ഒരു പുതിയ കാഴ്ചപ്പാട് ലഭിക്കും. ഇത്തരത്തിലുള്ള ജീവിതബോധമുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ എന്തുകൊണ്ടാണ് അവർ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലായി ഒബ്സർവ് ചെയ്യുന്നതെന്നറിയാമോ? ഈ ലോകത്തിൽ കൂടുതൽ ആളുകളും കേൾക്കുന്നതിനേക്കാൾ സംസാരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ആരെങ്കിലും ഒരു വിഷയം പറയാൻ തുടങ്ങുമ്പോൾ അത് മുഴുവനായി കേൾക്കുന്നതിന് മുൻപേ തന്നെ പലരും സ്വന്തം അഭിപ്രായം പറയാൻ തയ്യാറാകും. പക്ഷെ ബുദ്ധിമാന്മാർ അങ്ങനെയല്ല. അവർ ആദ്യം നിശബ്ദമായി ഇരിക്കും, കേൾക്കും, ശ്രദ്ധിക്കും. അതിനുശേഷം മാത്രമാണ് അവർ സംസാരിക്കുക. കാരണം അവർക്കറിയാം ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം അവൻ തയ്യാറാക്കി പറയുന്ന വാക്കുകളിലല്ല, ശ്രദ്ധിക്കാത്ത നിമിഷങ്ങളിൽ പുറത്തു വരുന്ന ചെറിയ കാര്യങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ചാണക്യൻ പറഞ്ഞിരുന്നു, ഒരു ജ്ഞാനി സംസാരിക്കുന്നതിന് മുൻപ് 2 തവണ ചിന്തിക്കും, പക്ഷെ ഒരു മണ്ടൻ ചിന്തിക്കുന്നതിന് മുൻപേ സംസാരിക്കും. ഇതിന്റെ അർത്ഥം വളരെ ആഴമുള്ളതാണ്. ഒരു കോൺവെർസേഷനിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളാണ് പലപ്പോഴും തന്റെ ദുർബലതകൾ പുറത്തുവിടുന്നത്. കാരണം കൂടുതൽ സംസാരിക്കുമ്പോൾ മനുഷ്യൻ നിയന്ത്രണം നഷ്ടപ്പെടുത്തും. അവന്റെ അസൂയ, അഹങ്കാരം, ഇൻസെക്യൂരിറ്റി എല്ലാം വാക്കുകളിൽ നിന്ന് പുറത്തു വരും. പക്ഷെ ശാന്തമായിരിക്കുന്ന ഒരാൾ അവനെല്ലാം കാണുന്നുണ്ട്. ഒരു ഉദാഹരണം ചിന്തിച്ചു നോക്കുക. ഒരു ഓഫീസിൽ 2 ആളുകളുണ്ട്. ഒരാൾ എല്ലായ്പ്പോഴും തന്റെ കഴിവുകളെക്കുറിച്ച് സംസാരിക്കുന്നു. ഞാനാണിത് ചെയ്തത്, ഞാനില്ലെങ്കിൽ കമ്പനി നടക്കില്ല എന്ന രീതിയിൽ. മറ്റേയാൾ ശാന്തനാണ്, അവനധികം സംസാരിക്കുന്നില്ല, പക്ഷെ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. കാലം കടന്നു പോകുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകും യഥാർത്ഥത്തിൽ കൂടുതൽ ശക്തിയുള്ളത് ആർക്കാണെന്ന്. കാരണം ലോകം ചില സമയങ്ങളിൽ ശബ്ദത്തെ ശ്രദ്ധിച്ചേക്കാം, പക്ഷെ ദീർഘകാലത്തിൽ ലോകം വാല്യൂ ചെയ്യുന്നത് സ്റ്റെബിലിറ്റിനെയും വിസ്ഡവുമാണ്. ചാണക്യൻ തന്റെ ജീവിതത്തിൽ ഇത് തെളിയിച്ചൊരു വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹം രാജാവായിരുന്നില്ല, അദ്ദേഹത്തിന് വലിയ സൈന്യവുമില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം നിശബ്ദമായ ആളുകളെ പഠിച്ചു, രാജ്യങ്ങളുടെ ദുർബലതകൾ മനസ്സിലാക്കി, മനുഷ്യരുടെ മനസ്സിനെ വായിച്ചു. അതിനാലാണ് സാധാരണ അധ്യാപകനായിരുന്ന ഒരാൾ പിന്നീട് മുഴുവൻ സാമ്രാജ്യത്തിന്റെ ദിശ മാറ്റിയത്. ചാണക്യൻ ഒരിക്കലും ആവേശത്തോടെ പ്രതികരിച്ചിരുന്നില്ല. അദ്ദേഹം ആദ്യം ഒബ്സർവ് ചെയ്യും, പിന്നീട് ശരിയായ സമയത്ത് മാത്രം പ്രവർത്തിച്ചു. ഇന്നത്തെ ജീവിതത്തിലും ഇത് വളരെ പ്രധാനമാണ്. നിങ്ങളൊരു സുഹൃത്തിനോടോ സഹപ്രവർത്തകനോടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടോ സംസാരിക്കുമ്പോൾ അവരുടെ ടോൺ ശ്രദ്ധിക്കുക, അവരുടെ കണ്ണുകൾ നോക്കുക, അവരുടെ പെരുമാറ്റവും ശ്രദ്ധിക്കുക. കാരണം പലപ്പോഴും മനുഷ്യർ വാക്കുകൾ കൊണ്ട് സത്യം മറയ്ക്കും, പക്ഷെ അവരുടെ ആക്ഷൻസ് സത്യം പുറത്തു കൊണ്ടുവരും. ബുദ്ധിമാന്മാർക്ക് ഇതറിയാം, അതുകൊണ്ടാണ് അവർ കൂടുതൽ കേൾക്കുന്നത്. ഒരു കടുവ കാട്ടിൽ വേട്ടയാടുമ്പോൾ നിരന്തരം ശബ്ദമുണ്ടാക്കുന്നില്ല. അത് ശാന്തമായിരിക്കും, ശ്രദ്ധിക്കും, ശരിയായ നിമിഷം വരുമ്പോൾ മാത്രം അറ്റാക്ക് ചെയ്യും. ജീവിതത്തിലും അതുപോലെയാണ്. എപ്പോഴും പ്രതികരിക്കുന്നവരെ ആളുകൾ പ്രെഡിക്റ്റ് ചെയ്യും, പക്ഷെ ശാന്തമായി ഒബ്സർവ് ചെയ്യുന്നവരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതാണ് അവരുടെ ശക്തി. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാലത്ത് എല്ലാവർക്കും എന്തെങ്കിലും പറയാനുള്ള ആവേശമുണ്ട്. ഓരോ വിഷയത്തിലും അഭിപ്രായം പറയണം, ഓരോ പ്രശ്നത്തിലും പ്രതികരിക്കണം. പക്ഷേ ബുദ്ധിമാന്മാർക്കറിയാം എല്ലാ കാര്യങ്ങളിലും സംസാരിക്കേണ്ട ആവശ്യമില്ലെന്ന്. ചാണക്യൻ പറഞ്ഞിരുന്നു, ഒരു നിശബ്ദനായ മനുഷ്യൻ പലപ്പോഴും മുറിയിലെ ഏറ്റവും അപകടകാരിയായ ആളായിരിക്കും. കാരണം അവൻ എല്ലാവരെയും മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ ആരും അവനെ പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ബുദ്ധിമാന്മാർ ആദ്യം ഒബ്സർവ് ചെയ്യുന്നത്. അവർ ലോകത്തെ പഠിക്കുന്നു, മനുഷ്യരെ പഠിക്കുന്നു, ശേഷം മാത്രം അവർ അവരുടെ വാക്കുകൾ ഉപയോഗിക്കുന്നു. അതിനാൽ ജീവിതത്തിൽ ശക്തനാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എപ്പോഴും ആദ്യം കേൾക്കാനാണ് പഠിക്കേണ്ടത്. മറ്റുള്ളവരെ ശ്രദ്ധിക്കാനും പഠിക്കുക. കാരണം സൈലൻസ് എപ്പോഴും ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ ഇന്റലിജൻസ് ആണ്. ഇനി സൈലൻസ് എങ്ങനെയാണ്, അതായത് നിശബ്ദത എങ്ങനെയാണ് നമ്മുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് പറയാം. ബുദ്ധിമാന്മാർക്ക് ഒരു വലിയ സത്യം അറിയാം, ഈ ലോകത്തിലെ എല്ലാ യുദ്ധങ്ങളും ജയിക്കേണ്ട ആവശ്യമില്ല എന്നത്. ചില ആളുകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങളെ മനസ്സിലാക്കാനല്ല, നിങ്ങളുടെ പീസ് തകർക്കാനാണ്. അതായത് നിങ്ങളുടെ സമാധാനം തകർക്കാൻ. അവർ നിങ്ങളുമായി ആർഗ്യുമെന്റ്സ് തുടങ്ങും, പ്രൊവക്കേഷൻ ഉണ്ടാകും, നിങ്ങളെ ഇമോഷണലി വീക്കാക്കാൻ ശ്രമിക്കും. പക്ഷെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ അതിലേക്ക് എല്ലായ്പ്പോഴും ഇറങ്ങാൻ ശ്രമിക്കാറില്ല. കാരണം അവർക്കറിയാം എനർജി വളരെ വിലപ്പെട്ടതാണ്. കാരണം നിങ്ങളുടെ ശക്തി ചെറിയ കാര്യങ്ങളിൽ ചെലവഴിക്കരുത്, ശരിയായ സമയത്തിനായി അത് സംരക്ഷിക്കുക. ഇന്ന് പല ആളുകളും മെന്റലി ടയേർഡ് ആകുന്നതിന്റെ കാരണം ഫിസിക്കൽ വർക്ക് അല്ല, അവരുടെ മൈൻഡ് അൺനെസസറി കോൺഫ്ലിക്ട്സ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആരാണ് ഇത് പറഞ്ഞത്, ആരാണ് ഇൻസൾട്ട് ചെയ്തത്, എന്തിനാണ് ഇഗ്നോർ ചെയ്തത്, ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് മനുഷ്യൻ തന്റെ എനർജി കളയുന്നു. പക്ഷെ ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ അവർ സെലക്റ്റീവാണ്. ഓരോ ചെറിയ കാര്യങ്ങൾക്കും അവർ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. കാരണം ചില ആളുകളുമായി ഡിബേറ്റ് ചെയ്യുന്നത് ചതുപ്പിൽ ഇറങ്ങി പോരാടുന്നത് പോലെയാണ്. അവിടെ ജയിച്ചാലും നിങ്ങൾ മലിനമാകും. ചാണക്യൻ തന്റെ ശത്രുക്കളെ നേരിടുമ്പോൾ ഇമോഷൻസ് കൊണ്ട് തീരുമാനമെടുത്തിരുന്നില്ല, അദ്ദേഹം പേഷ്യൻസ് ഉപയോഗിച്ചു.
അദ്ദേഹത്തിന് അറിയാമായിരുന്നു അവസരപ്പെട്ട പ്രതികരണം പലപ്പോഴും വലിയ തെറ്റുകൾക്ക് കാരണമാകുമെന്ന്. ഒരു നിമിഷത്തെ കോപം, ഒരു തെറ്റായ വാക്ക് ജീവിതം മുഴുവൻ ബാധിച്ചേക്കാം. അതുകൊണ്ടാണ് സൈലൻസ് ശക്തിയാകുന്നത്. ഒരു വലിയ പർവ്വതത്തെ ചിന്തിച്ചു നോക്കുക. കാറ്റ് വരികയും മഴ പെയ്യുകയും ചെയ്യും, ഇടിമിന്നലും ഉണ്ടാകും. പക്ഷെ പർവ്വതം ശാന്തമായിരിക്കും. കാരണം അതിന് സ്വന്തം ശക്തി അറിയാം. ബുദ്ധിമാന്മാരും അതുപോലെ തന്നെയാണ്. അവർ ഓരോ ചെറിയ കാര്യത്തിലും ഇമോഷണൽ ആകുന്നില്ല. കാരണം അവർ അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇന്ന് സൊസൈറ്റി നമ്മളെ എല്ലായ്പ്പോഴും റിയാക്ട് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. ആരെങ്കിലും കമൻ്റ് ഇട്ടാൽ ഉടൻ തന്നെ മറുപടി പറയണം. ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്താൽ ഫൈറ്റ് ചെയ്യണം. പക്ഷേ യഥാർത്ഥ വിസ്ഡം എന്താണെന്നറിയാമോ? ചിലപ്പോൾ ഒന്നും പറയാതെ മുന്നോട്ട് പോകാനുള്ള കഴിവാണ്. സ്വന്തം കോപത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ സ്വന്തം ശത്രുവിനെ ജയിക്കുന്നവനേക്കാൾ ശക്തനാണ്. ഒരു സിംഹം എല്ലാ നായ്ക്കളുടെയും കരച്ചിലിന് പ്രതികരിക്കില്ല. കാരണം അത് ഓരോ ശബ്ദത്തിനും തൻ്റെ വാല്യൂ തെളിയിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിലും അതുപോലെ തന്നെയാണ്. ഓരോ നെഗറ്റീവ് കാര്യങ്ങൾക്കും പ്രതികരിച്ചാൽ നിങ്ങളുടെ പീസ് നഷ്ടപ്പെടും. പക്ഷേ സൈലൻസ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ എനർജി വലിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. അതാണ് ഇൻ്റലിജൻ്റ് ആയുള്ള ആളുകളുടെ രഹസ്യം. ഇനി മറ്റൊരു പ്രധാന കാര്യമാണ്, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ആളുകളെ മനസ്സിലാക്കാൻ പ്രത്യേക കഴിവാണുള്ളത്. അവരെല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കാറില്ല. കാരണം അവർക്കറിയാം ഓരോ പുഞ്ചിരിയുടെയും പിന്നിൽ സത്യസന്ധത ഉണ്ടാകണമെന്നില്ല. ചാണക്യൻ പറയുന്നതും അതുതന്നെയാണ്. മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം അറിയാൻ അവന് അധികാരവും അവസരവും നൽകുക. ഈ ഒരു വാചകത്തിൽ തന്നെ മനുഷ്യ സ്വഭാവത്തിന്റെ വലിയ സത്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പല ആളുകളും നല്ലവരായി തോന്നുന്നത് സാഹചര്യങ്ങൾ കാരണം മാത്രമാണ്. അവർക്ക് പവർ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നേടാനാകുമ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരും. അതുകൊണ്ടാണ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരോടും അവരുടെ പ്ലാൻസ്, വീക്ക്നെസ്, ഡ്രീംസ് എല്ലാം തുറന്നു പറയാത്തത്. കാരണം അവർക്കറിയാം ചില ആളുകൾ നിങ്ങളുടെ വേദന കേൾക്കുന്നത് സഹായിക്കാനല്ല, നിങ്ങളുടെ ദുർബലത കണ്ടെത്താനാണ്. ചാണക്യൻ തൻ്റെ ജീവിതത്തിൽ പല വഞ്ചനകളും കണ്ട മനുഷ്യനായിരുന്നു. രാജധാനിയിലെ പൊളിറ്റിക്സ്, അധികാര ലോഭം, അസൂയ എല്ലാം അദ്ദേഹം അടുത്തുനിന്ന് കണ്ടതാണ്. അതിനാലാണ് അദ്ദേഹം പറഞ്ഞത്, ആവശ്യത്തിനപ്പുറം വിശ്വസിക്കരുത്. ഇത് മനുഷ്യരെ വെറുക്കുക എന്നത് അർത്ഥമല്ല, പക്ഷെ എല്ലാവർക്കും നിങ്ങളുടെ മനസ്സിലേക്കുള്ള ആക്സസ് കൊടുക്കരുത് എന്നതാണ്. ഒരു താക്കോൽ എല്ലാവരുടെയും കയ്യിൽ കൊടുത്താൽ ഒരു ദിവസം നിങ്ങളുടെ സ്വന്തം വീട് പോലും സുരക്ഷിതമാകില്ല. ജീവിതത്തിലും അതുപോലെയാണ്. ഇന്ന് പലരും അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ലോകത്തിനു മുന്നിൽ തുറന്നു വെക്കുന്നു. സ്വപ്നങ്ങൾ, പ്രശ്നങ്ങൾ, ഫ്യൂച്ചർ പ്ലാൻസ് എല്ലാം. പക്ഷേ ബുദ്ധിയുള്ള ആളുകൾ വളരെ കെയർഫുള്ളാണ്. കാരണം അവർക്കറിയാം ചിലർ നിങ്ങളെ ക്ലാപ്പ് ചെയ്യും, പക്ഷെ ഉള്ളിൽ നിങ്ങളെ പരാജയപ്പെടാൻ കാത്തിരിക്കാം. ചാണക്യൻ പറഞ്ഞതും അത് തന്നെ. നിങ്ങളുടെ അടുത്ത നീക്കം ലോകം അറിയുന്നതിന് മുൻപ് അത് വിജയിപ്പിക്കുക. കാരണം വലിയ കാര്യങ്ങൾ എല്ലായ്പ്പോഴും നിശബ്ദതയിൽ വളരും. ഒരു വിത്ത് മണ്ണിനടിയിൽ ശാന്തമായി കിടക്കുന്നു. അത് ഓരോ ദിവസവും ലോകത്തേക്ക് പറയുന്നില്ല, ഞാൻ വലിയ വൃക്ഷമാകാൻ പോകുന്നുവെന്ന്. പക്ഷെ സമയം വന്നപ്പോൾ അത് വലിയ വൃക്ഷമാകുന്നു. ബുദ്ധിയുള്ള ആളുകളും അതുപോലെ തന്നെ. അവർ ശബ്ദമുണ്ടാക്കുന്നില്ല, അവർ സൈലന്റ്ലി വർക്ക് ചെയ്യുന്നു. അവർക്ക് മനുഷ്യരുടെ നേച്ചർ മനസ്സിലാക്കാനും കഴിയും. അതുകൊണ്ട് അവർക്ക് ആരോട് എത്ര സംസാരിക്കണമെന്നറിയാം. അതാണ് അവരുടെ വിസ്ഡവും. ഇനി നിശബ്ദത എങ്ങനെയാണ് ശക്തിയായി മാറുന്നതെന്നറിയാമോ? ഒരു മുറിയിൽ 10 പേർ സംസാരിക്കുമ്പോൾ ശാന്തമായിരിക്കുന്ന ഒരാളെ ആളുകൾ ചിലപ്പോൾ കൂടുതലായി ശ്രദ്ധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം സൈലൻസിന് ഒരു പ്രത്യേക പവറുണ്ട്. ചാണക്യൻ പറയുന്നത് കുറച്ചു മാത്രം സംസാരിക്കുന്നവന്റെ വാക്കുകൾക്ക് കൂടുതൽ ഭാരമുണ്ടാകുമെന്നാണ്. ഇന്ന് ലോകം മുഴുവൻ നോയ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എല്ലാവരും സ്വന്തം ഇമ്പോർട്ടൻസ് തെളിയിക്കാൻ ശ്രമിക്കുന്നു. കൂടുതൽ സംസാരിക്കുക, കൂടുതൽ കാണിക്കുക, കൂടുതൽ പ്രൂവ് ചെയ്യുക. പക്ഷേ യഥാർത്ഥ ശക്തിയുള്ള ആളുകൾക്ക് ഓരോ നിമിഷവും സ്വന്തം വാല്യൂ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സിംഹം കാട്ടിൽ എല്ലായ്പ്പോഴും കരയുന്നില്ല, പക്ഷെ അത് ശാന്തമായി നടക്കുമ്പോഴും മറ്റു മൃഗങ്ങൾ അതിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെയാണ് ഇൻ്റലിജൻറ്റ് പീപ്പിൾസ്. അവർ സംസാരിക്കുമ്പോൾ ആളുകൾ കേൾക്കും. കാരണം അവർ ഓരോ നിമിഷവും മീനിങ്ലെസ് വേർഡ്സ് ഉപയോഗിച്ച് സ്വന്തം വാല്യൂ കുറയ്ക്കുന്നില്ല. ചില ആളുകൾ വളരെയധികം സംസാരിക്കും. അവർക്ക് സൈലൻസ് അൺകംഫർട്ടബിൾ ആണ്. അതിനാൽ അവർ എല്ലായ്പ്പോഴും എന്തെങ്കിലും പറയാൻ ശ്രമിക്കും. പക്ഷേ ബുദ്ധിയുള്ള ആളുകൾ സൈലൻസിന് ഭയപ്പെടുന്നില്ല. അവർക്ക് സ്വന്തം മൈൻഡിനൊപ്പം ശാന്തമായി ഇരിക്കാൻ കഴിയും. അതാണ് അവരുടെ ഇന്നർ സ്ട്രെങ്ത്. ചാണക്യനും വ്യക്തമാക്കിയിരിക്കുന്നത് അതുതന്നെയാണ്. ശാന്തമായ മനുഷ്യനെ ഒരിക്കലും ദുർബലനായി കാണരുത്. കാരണം ഏറ്റവും അപകടകാരിയായ ആയുധങ്ങൾ പലപ്പോഴും ശബ്ദമില്ലാതെ പ്രവർത്തിക്കും. ഒരു അമ്പ് ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപ് ശബ്ദമുണ്ടാക്കുന്നില്ല, പക്ഷേ അത് ലക്ഷ്യം തുളച്ചു കയറും. അതുപോലെ ചില ആളുകളുടെ സൈലൻസ് തന്നെ അവരുടെ പവറാണ്. ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, എപ്പോഴും കാമായിരിക്കുന്ന ആളുകൾക്ക് ഒരു നാച്ചുറൽ റെസ്പെക്റ്റ് ലഭിക്കും. കാരണം അവർ ഇമോഷൻസ് കൊണ്ട് കൺട്രോൾ ചെയ്യപ്പെടുന്നില്ല, അവർ സ്വന്തം മൈൻഡ് കൺട്രോൾ ചെയ്യുന്നു. അതാണ് യഥാർത്ഥ പവർ. ഇന്ന് പലരും ലൗഡാകാൻ ശ്രമിക്കുന്നു, പക്ഷേ ലോകം അവസാനം റെസ്പെക്റ്റ് ചെയ്യുന്നത് കമ്പോസ്ഡ് ആയ ആളുകളെയാണ്. അതിനാൽ സൈലൻസ് ചിലപ്പോൾ വീക്ക്നെസ് അല്ല, അത് കോൺഫിഡൻസ് ആണ്, അത് മെച്യൂരിറ്റിയാണ്, അത് പവറാണ്. നിശബ്ദതയെ നിങ്ങൾ ഒരിക്കലും നിസ്സാരമായി കാണരുത്. കാരണം അത് നിങ്ങളെ ക്ലിയറായി ചിന്തിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് മനുഷ്യരുടെ മനസ്സ് ഒരിക്കലും ശാന്തമല്ല എന്നതാണ്. എപ്പോഴും നോയ്സസ് ആണ്. ഫോൺ നോട്ടിഫിക്കേഷൻസ്, സോഷ്യൽ മീഡിയ, ആർഗ്യുമെന്റ്സ്, കമ്പാരിസൺ, സ്ട്രെസ്.
ഇതെല്ലാം മനുഷ്യന്റെ മൈൻഡിനെ എക്സോസ്റ്റഡ് ആക്കുന്നുണ്ട്. പക്ഷേ ബുദ്ധിയുള്ള ആളുകൾക്കറിയാം ക്ലാരിറ്റി ലഭിക്കാൻ സൈലൻസ് ആവശ്യമാണ്. ചാണക്യൻ പറഞ്ഞിരുന്നത് അശാന്തമായ മനസ്സിൽ ശരിയായ തീരുമാനങ്ങൾ ജനിക്കില്ല. ഇത് വളരെ സത്യമാണ്. ഒരു തടാകത്തിലെ വെള്ളം ശക്തമായി അലയുമ്പോൾ അതിൽ ഒന്നും വ്യക്തമായി കാണാൻ കഴിയില്ല. പക്ഷെ വെള്ളം ശാന്തമായാൽ എല്ലാം ക്ലിയറായി കാണാം. മനസ്സും അതുപോലെയാണ്. മനസ്സ് നോയ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ മനുഷ്യൻ ഇമോഷൻസ് അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കും. പക്ഷെ സൈലൻസിൽ ഇരിക്കുമ്പോൾ അവൻ സത്യം കൂടുതൽ വ്യക്തമായി കാണാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇന്റലിജന്റ് പീപ്പിൾ പലപ്പോഴും ഒറ്റയ്ക്ക് സമയം ചെലവിടുന്നത്. അവർക്ക് തനിച്ചിരിക്കാൻ ഇഷ്ടമാണ്. കാരണം അവിടെ അവർക്ക് സ്വന്തം തോട്ട്സ് കേൾക്കാൻ കഴിയും. ചാണക്യൻ തന്റെ ജീവിതത്തിലെ വലിയ തീരുമാനങ്ങളെല്ലാം സമാധാനത്തോടെ എടുത്തവയായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഇമോഷൻസ് കൊണ്ട് ഓടിയിരുന്നില്ല. അദ്ദേഹം ഒബ്സർവ് ചെയ്തു, ചിന്തിച്ചു, പിന്നീട് മാത്രം ആക്ഷൻസ് എടുത്തു. ഇന്നത്തെ മനുഷ്യർക്ക് ഏറ്റവും കുറവുള്ളതും അതുതന്നെയാണ്. അവർക്കൊരു നിമിഷം സൈലന്റ് ആയിരിക്കാനുള്ള കഴിവില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ റിയാക്ട് ചെയ്യണം. ഒരു പ്രശ്നം വന്നാൽ പാനിക് ആകും. ഒരു ഫെയിലിയർ വന്നാൽ ഹോപ്പ്ലെസ് ആകും. പക്ഷെ സൈലൻസ് മനുഷ്യനെ ഇന്റേണലി സ്ട്രോങ് ആക്കുന്നുണ്ട്. കാരണം സൈലൻസിൽ മനുഷ്യൻ സ്വന്തം ഫിയേഴ്സിനെ നേരിടുന്നു, അതായത് പേടിയെ നേരിടുന്നു, സ്വന്തം മിസ്റ്റേക്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, സ്വന്തം ലൈഫ് ഡയറക്ഷനെ പറ്റി ചിന്തിക്കുന്നു. അതാണ് ഗ്രോത്ത്. ഒരു വൃക്ഷം രാത്രിയിൽ ശബ്ദമില്ലാതെ വളരുന്നു. പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ അതിന്റെ ശക്തി ലോകം കാണും. മനുഷ്യന്റെ വിസ്ഡവും അതുപോലെയാണ്. അത് സൈലൻസിൽ വളരുന്നു. ചാണക്യൻ പറഞ്ഞിരുന്നു, സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക, പ്രവർത്തിക്കുന്നതിന് മുൻപ് നിരീക്ഷിക്കുക. ഇതാണ് ബുദ്ധിയുള്ളവരുടെ ജീവിത രീതി. അവർ ഒരിക്കലും പെട്ടെന്ന് ഒരു കാര്യവും ചെയ്തിരുന്നില്ല. അവർ പ്രശ്നങ്ങളിൽ തളർന്നു പോയിട്ടില്ല. കാരണം അവർക്കറിയാം ശാന്തമായ മനസ്സാണ് ശരിയായ വഴി കാണിക്കുന്നതെന്ന്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.